പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആണ്, വ്ളോഗാണ്. നമ്മൾ റിയാദ് പോവാണ്, അതായത് സൗദി അറേബ്യ റിയാദിലോട്ട് നമ്മൾ പോവാണ്. ഇപ്പോൾ ഞാനുള്ളത് മുംബൈയിലാണ്. വ്ളോഗ് ഫോളോ ചെയ്യുന്നവർക്ക് അറിയുന്നുണ്ടാവും. ഞാനിപ്പോൾ ഉള്ളത് മുംബൈയിലാണ്. STL എന്ന് പറയുന്ന നമ്മുടെ ഗെയിമിംഗ് ഓഗിൻ്റെ ബൂട്ട് ക്യാമ്പിലാണ് ഇപ്പോൾ ഉള്ളത്. നവി മുംബൈ ആണ് ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതേ ഫുള്ള് ഞാൻ ഇങ്ങനെ എല്ലാ ഡ്രസ്സൊക്കെ എടുത്തിട്ട് പുറത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം പാക്ക് ചെയ്യണം. നാളെ പുലർച്ചെയാണ് ഫ്ലൈറ്റ് വരുന്നത്. അപ്പോൾ ഇന്ന് ലേറ്റ് നൈറ്റ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങും. അപ്പോൾ അതിന് മുന്നായിട്ട് എല്ലാം പാക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് സെറ്റാക്കണം. അപ്പോൾ 5 ദിവസത്തെ ട്രാവലാണ്. അപ്പോൾ നമ്മൾ നാളെ പോയിട്ട് നെക്സ്റ്റ് മന്ത്, അതായത് അടുത്ത 5-ാം തീയതി ആകുമ്പോഴേക്കും തിരിച്ച് മുംബൈയിൽ തന്നെ എത്തും. അപ്പോൾ അത് 5 ദിവസത്തെ സംഭവമാണ്. അപ്പോൾ എന്തൊക്കെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ വഴിയെ നിങ്ങൾ കാണുന്നുണ്ടാവും വ്ളോഗിൽ. ഓക്കെ ഇപ്പോൾ സമയം 3 മണിയായിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം പാക്ക് ചെയ്ത് റെഡിയായി. ഇവിടെ എൻ്റെ ഒരു ബാഗ്, ഇവിടെ ഒരു ബാഗ്, ഇതിൽ കുറച്ച് സാമാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം പാക്ക് ചെയ്തിട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മൻബ്രോനെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ വന്നിട്ട് നമ്മൾ ഇവിടുന്ന് നേരെ എയർപോർട്ടിൽ നിന്ന് നേരെ കുവൈത്ത് നേരെ സൗദി. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ എയർപോർട്ടിലെത്തി. റിയാദ് പോകുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ നമ്മൾ അവിടെ പോകുന്നില്ല, അതങ്ങ് മാറി കിട്ടി. എന്താ സംഭവം അറിയോ? ഈ 3 ട്രോളീസ് ഞാനും അമൻ ബ്രോയും കൂടെ ചുമക്കണം. സോ വി നീഡ് ടു ക്യാരി ദിസ് 3. ഇറ്റ്സ് ലൈക്ക് എ പാർസൽ സർവീസ് ഫോർ ദം. സോ ഇതൊക്കെ 1, 2, 3, 4, 5 ഇതൊന്നും ഞങ്ങളുടെ അല്ല, ഇതൊക്കെ പരിപാടിക്ക് വേണ്ടിയുള്ളതാണ്. ഈ സാമാനങ്ങളൊക്കെ നമ്മൾ അവിടുന്ന് ചുമന്ന് ഇനി ഇത് കയറ്റി ഈ 3 കൂടെ ഞങ്ങൾ 2 പേരും കൂടെ ചുമക്കണം. ഇത് എങ്ങനെ ഇതാക്കുന്ന പോലും എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഇത് മാത്രമാണ് എൻ്റെ ബാഗ്. ഇതും അടിയത്തെയാണ്, പിന്നെ അമൻപ്രോൻ്റെ ഇതും, പിന്നെ അമൻപ്രോ തൂക്കിയിട്ട ബാഗാണ്. ബാക്കി മൊത്തം സാധനങ്ങൾ മറ്റേ ഈ സ്പോർട്ട് EWCക്ക് വേണ്ടിയിട്ട് ഇവർ ഇവിടുന്ന് അയക്കുന്നതാണ്. ജേഴ്സി, അവരുടെ ജേഴ്സി സാമാനങ്ങൾ, പിന്നെ എന്തൊക്കെയാണ് സാധനങ്ങൾ, അങ്ങനെ എന്തൊക്കെയാണെന്നുള്ളത്. എൻ്റെ അമ്മേ, ഇതൊക്കെ എങ്ങനെ കൊണ്ടുപോകുന്ന ഒരു പിടിയും കിട്ടുന്നു. അങ്ങനെ എങ്ങനെപ്പാടെ നമ്മൾ കഷ്ടപ്പെട്ട് എത്തിച്ച് സാധനം അവിടെ ലഗേജിനെ അവിടെ കയറ്റി. പക്ഷേ ഇവർ അവിടെ ചെന്ന സമയത്ത് ആൾക്കാർ നമ്മൾ വല്ല കള്ളക്കടത്ത വല്ലതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫുള്ള് ഊരും പേരും അഡ്രസ്സും നമ്മൾ മറ്റേ സൗദിയിൽ എവിടെ പോകുന്നു, എവിടെ നിൽക്കുന്ന ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ ബുക്കിങ്ങിൻ്റെ ഷോപ്പിംഗ് സാമാനങ്ങളും എല്ലാം നമ്മൾ വല്ല സ്മഗ്ലേഴ്സാണെന്ന് വിചാരിച്ചിട്ട് ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കുകയായിരുന്നു നമ്മളെ. അങ്ങനെ നമ്മൾ സൗദിയിൽ ലാൻഡ് ചെയ്ത് സംഭവം ഇതെല്ലാം കഴിഞ്ഞ് നമ്മളെ കൂട്ടാൻ വേണ്ടി ഇവിടെ വന്ന വണ്ടിയാണ് ഈ സ്പോർട്സ് വേൾഡ് കപ്പ് എന്ന് പറയുന്ന ഇവരുടെ ഒഫീഷ്യൽ വണ്ടിയാണ് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നേക്കുന്നത്. പക്ഷേ നല്ല വെയിലുണ്ട് കേട്ടോ, എൻ്റെ അമ്മ ഒടുക്കത്തെ വെയിലുണ്ട്. ഇവിടെ ഇപ്പോൾ പുറത്ത് സൗദി എയർപോർട്ടിൻ്റെ പുറത്താണ് ഇപ്പോൾ ഉള്ളത്. ത്തിന് ശേഷം നമുക്ക് കിട്ടി. എൻ്റെ റൂം നമ്പർ 1610 വരുന്നത്. അപ്പോൾ റൂം കിട്ടിയിട്ടുണ്ട്. സോ നമ്മളിന്ന് റൂമിൽ പോയിട്ടൊന്ന് റെസ്റ്റ് എടുക്കണം. ഒന്ന് ഫുഡിലേക്ക് ഇടുന്നവരെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഒന്ന് ഫുഡ് കഴിക്കണം. അതാണ് മെയിൻ. വിശന്നിട്ട് കടലൊക്കെ കൂപ്പാടുള്ളി. അപ്പോൾ കേൾക്കട്ടെ. ഇതാണ് നമ്മുടെ റൂം വരുന്നത്. ഇത് കയറി നല്ല രസമാണ് കേട്ടോ റൂം. ഇവിടെ എല്ലാ ക്രിയേറ്റേഴ്സിനും സെപ്പറേറ്റ് റൂംസാണ്. അതായത് ഇപ്പോൾ ഈ റൂം പറയുന്നത് എനിക്ക് മാത്രമായിട്ടാണ് ഈ ഒരു റൂം വരുന്നത്. നമുക്ക് ഒരാൾക്ക് ഒരു റൂമിൽ ഒരാളെന്ന രീതിയിലാണ് ഇവിടുത്തെ സിസ്റ്റം വരുന്നത്. ഞാൻ 2 ഷെയറിങ് ആയിരിക്കും വിചാരിച്ചു, പക്ഷേ സിംഗിൾ റൂം, പെർ പേഴ്സൺ സിംഗിൾ റൂമാണ് വരുന്നത്. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ സാമാനങ്ങളെല്ലാം കാണുന്നത്. ഫുഡ് ഉണ്ടല്ലോ, ഫുഡ് നമ്മൾ സെപ്പറേറ്റ് നമ്മൾ ഓർഡർ ചെയ്യണം. സ്റ്റേ ഒക്കെ ഫ്രീ ആണ്, പക്ഷേ നമുക്ക് ഫുഡ് നമ്മൾ സെപ്പറേറ്റ് നമ്മൾ തന്നെ നമ്മുടെ പൈസ ഓർഡർ ചെയ്യണം എന്നാണ് പറഞ്ഞില്ലേ. ഞാനൊരു 6 ഹോട്ട് വിങ്സും പിന്നെ ഒരു ഫ്രൈസും പിന്നെ ഇത് ആ പാക്കിൽ ഉണ്ടാകുന്നത് ഞാൻ അങ്ങനെ കഴിക്കില്ല. പിന്നെ ഒരു കോളയും ഇത്രയും ഇതാക്കിയതിന് 900 രൂപയാണ് എൻ്റെ അമ്മോ. അപ്പോൾ ഫുഡ് ഭയങ്കര എക്സ്പെൻസീവാണ് ഇവിടെ. ഞാൻ ഒന്നും കഴിച്ചില്ല, രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. ആകെ ഫ്ലൈറ്റിൽ നിന്നുള്ള ബിസ്ക്കറ്റും ചായ ഇത് മാത്രമേ കുടിച്ചിട്ടുള്ളൂ. എന്തെങ്കിലും അവിടെ അങ്ങനെ ഓർഡർ ചെയ്ത് തരുന്നതാണ്. ലിഫ്റ്റിൻ്റെ ഒക്കെ ഇത് കണ്ണാടി പോലെ ഉണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് 16ാമത്തെ നിലയിലാണ് നമ്മുടെ റൂം വരുന്നത്. 16ാമത്തെ നിലയിലാണ്. ഞാനിപ്പോൾ ഒന്ന് പുറത്തിറങ്ങിയതാട്ടോ. നമ്മൾ നിൽക്കുന്ന ഹോട്ടലിൽ പുറത്തിറങ്ങി. നമ്മൾ നിൽക്കുന്ന ഹോട്ടൽ കാണിച്ചു തരാം കേട്ടോ. നോക്ക്, ഇങ്ങനെയുള്ള കുത്തനെയുള്ള ഇങ്ങനെ ഒരു ബിൽഡിങ്ങിലാണ് ഹോട്ടൽ. പക്ഷേ സമയം എന്താ അറിയോ, ഇപ്പോൾ സമയം 9 മണിയുണ്ട്. 9 മണിയായി ഇവിടെ. പക്ഷേ സ്റ്റിൽ ഭയങ്കര ചൂടുകാറ്റ്. നമ്മൾ നട്ടുച്ചക്ക് ഉള്ള പോലത്തെ ചൂടുകാറ്റാണ് ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. പുറത്ത് ഞാനിപ്പോൾ ഒന്ന് നടക്കാമെന്ന് കടയൊക്കെ പോകാൻ വെച്ചിട്ട് ഇങ്ങനെ നടക്കാൻ പോയപ്പോൾ
ഇത് എങ്ങോട്ടാ നടക്കുക, എവിടേക്കാ പോകേണ്ടത് ഒരു വീഡിയോ ഇല്ല. ഇവിടെ പക്ക ഒരു ഹൈവേ ഒരു ടൈപ്പാണ്. എനിക്ക് ജേഴ്സി കിട്ടിയിട്ടുണ്ട് ഗൈസ്. കാസ്ട്രോ എന്ന് എഴുതിയിട്ടുള്ളത് ഷോളിലെ കാസ്ട്രോ എന്ന് എഴുതിയിട്ടുള്ള ജേഴ്സി അവിടെ കിട്ടിയിട്ടുണ്ട്. രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. ദോ ജേഴ്സി. സോ ഇത് ഉണ്ട്. അപ്പം നമുക്ക് നാളെ EWC പരിപാടിയൊക്കെ ഇതിട്ടിട്ടായിരിക്കും പോകുന്നുണ്ടാവാന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാം കഴിഞ്ഞ് ഇപ്പം സമയം എത്രയെന്ന് അറിയോ? ഞാൻ ഇവിടെ എത്തിയപ്പോൾ 3:50, അതായത് ഓൾമോസ്റ്റ് 4 മണി. 4 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പോൾ 6:30. ഇന്ത്യയിൽ 6:30 ഇവിടെ 4 മണിയായി. കണ്ടില്ലേ ബാക്കിൽ കാസ്ട്രോ എന്ന് എഴുതിയിട്ട്, അത് ഹിന്ദിയിലും കാസ്ട്രോ എന്ന് എഴുതിയിട്ടുള്ള ഇതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ ഷർട്ടിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. ഒരു സോൾഡർ റോക്കറ്റ്, പേര്, താഴെ ഗെയിം ഷുരു. കൊള്ളാം, നൈസ്. ഡ്രസ്സ് ഭയങ്കര ക്വാളിറ്റി ഉണ്ട്. പക്ഷേ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലൂസ് ഉണ്ട്. എൻ്റെ സൈസിന് കറക്റ്റ് കിട്ടാത്തതുകൊണ്ട് തന്നെ ചെറിയ ലൂസ് ഉണ്ട്. നമ്മളങ്ങനെ ഇവിടെ എത്തി. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണിത് ഇവരുടെ പാർക്കിംഗ് ഏരിയ ആണ്. ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ ടെമ്പറേച്ചർ കാണിച്ചു തരാം. നമുക്ക് 43 ഡിഗ്രിയിലാണ് നിൽക്കുന്നത്. അതും ഈ ചൂടത്താണ് ഇവിടെ നിൽക്കുന്നത്. 48 ആളാണ് അകത്ത് കയറ്റാൻ പറ്റില്ല. പുള്ളിക്കാരനെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മൾ സമ്മതിക്കോട്ട് ഇവിടെ നിൽക്കുന്നത്. ഭയങ്കര ചൂടുകാറ്റും. ഞാനാണെങ്കിലും മറ്റേ സൺക്രീമും ലിപ്പാവും ഒന്നും വെച്ചില്ല. ചുണ്ടൊക്കെ നല്ല ഒരു മറ്റേ ഇതാവുന്നുണ്ട്. ഇവിടെ കുറച്ച് അറബികളൊക്കെ അതിനൊക്കെ നടന്നു പോകുന്നുണ്ട്. ഇതിൽ ലാസ്റ്റാണ് ചെസ്സിൻ്റെ വെന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് കയറാൻ വെച്ച് well-studied opening. So I'm curious to get inside the head of Niall Sarin here and find out what a fantastic start to the showdown we've got. ഈ ഒരു ചെസ് മാച്ച് കാണാൻ വേണ്ടി മാത്രം വന്നിട്ടാണ്. അപ്പുറത്ത് ഇവിടെ ഇതാണ് മാഗ്നസ് കാർൾസൺ വരുന്നത്. ഇതാണ് സ്റ്റേജിൽ നിന്നൊക്കെ വരുന്നത്. സോ നമ്മൾ അത് കഴിഞ്ഞ് മാച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ ഇവിടെ വന്നതാണ്. ഇതിനുള്ളിൽ ചുമ്മാ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി. ഇതാണ് ഈ സ്പോർട്സ് വേൾഡ് കപ്പ് പറയുന്ന ബോളിവുഡ് സിറ്റി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഒരു സിറ്റി പോലെ തന്നെ ഇതിനുള്ളിൽ ഇഷ്ടം പോലെ ഒരുപാട് നടന്ന് കാണാനുണ്ട്. അങ്ങനത്തെ ഒരു സംഭവമാണ് ഇവിടെ വരുന്നത്. ഫോണിൻ്റെ ഒരു ഫാനായിരുന്നു പുള്ളിക്കാരൻ. നമുക്ക് ഒരു ജ്യൂസ് വാങ്ങിച്ചു തന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇതേ PUBG മൊബൈലിലെ പുതിയ ഇവൻറ്റിൻ്റെ ട്രാൻസ്ഫോമേഴ്സ് ഇവൻറ്റിൻ്റെ സമാന സംഘടനകളെല്ലാം ഇത് മൊത്തം ഒരു ഗെയിമിൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഇവർ മൊത്തം സെറ്റ് ചെയ്ത് കാര്യങ്ങൾ. ഫുൾ ഗെയിം. ഇത് നമ്മുടെ എസ്റ്റേറ്റുകളുടെ ഞാളുടെ ഫോട്ടോയും കാര്യങ്ങളും. ഒരാൾ ഇതിൻ്റെ ഇവിടെ ഈ സാമാനം വെച്ചിട്ട് ബെല്ലടിച്ചിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഓരോ ടീമിൻ്റെയും ഓരോ മാച്ചസ് പല സംഭവങ്ങളും പല വെന്യൂലായിട്ടാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നമ്മൾ നാട്ടിലൊക്കെ എക്സിബിഷനൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന പോലത്തെ സംഭവങ്ങൾ എന്തൊക്കെയാണ് എല്ലാം ഉണ്ട്. ഇവിടെ ടോയ്സൊക്കെ എന്തൊക്കെയാ പറയുന്നുണ്ട്. അവിടെ വന്നാൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവളൊക്കെ ഇതിലുള്ള പോലെ തന്നെ സ്റ്റൈൽ ഒരു ആൾക്കാരൊക്കെ തന്നെ വിളിച്ച് ഇതാക്കുന്നുണ്ട്. ബോവ് കാര്യങ്ങളൊക്കെ ഇതാക്കാനായിട്ട്. ഇത് കറക്റ്റ് അതിൻ്റെ വലിയ ഇതുപോലെ ഉണ്ട്. അതിനുള്ളിൽ എന്താ സംഭവമാണോ? എനിക്കൊന്ന് അതിൻ്റെ സ്റ്റോറാണോ തോന്നുന്നത്. ഇത് ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ നമ്മുടെ മോട്ടോർ സ്പോർട്ടിൻ്റെ ഒരു കാറ് ടയോട്ട ഗസു റേസിംഗ് സൗദി അറേബ്യ എന്ന് പറഞ്ഞിട്ട് ഒരു വിഷയം സാധനം. ഓമ്മോ ഇതിവിടെ ഇങ്ങനെ ഡിസ്പ്ലേയിൽ ഇങ്ങനെ വെച്ചിട്ട് കാണാൻ. ഇങ്ങനെ ഒരു റെയിനിങ്ങിൻ്റെ ഒരു സാമാനം. പിന്നെ ഇവിടെ ഇൻഫോർമേഷൻ ഡെസ്കിൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇതേപോലെ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ ഒരു ഇത് വെച്ചിട്ട് അങ്ങനെ എത്തുന്നുണ്ട്. പിന്നെ ഇതേ നമ്മുടെ ആനിമി ആൾക്കാരുടെയൊക്കെ ജീവൻ കളയാൻ പോകുന്ന സാമാനങ്ങളുള്ള ഷോപ്പ്. ഇതുണ്ടോ ഫുൾ ആനിമിക്ക് വേണ്ടിയിട്ടുള്ള ഫുൾ സാമാനങ്ങളുണ്ട്. ഫുൾ ആനിമി വേൾഡ് എന്ന രീതിയിൽ പറയുന്നതിൽ ഫുൾ സാമാനങ്ങളുണ്ട്. ഇതുണ്ടോ ഇവിടെ ഒരുവിധം കുറേയൊക്കെ കറങ്ങി നടന്ന് എവിടേക്ക് എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മളൊരു ഗോ കാർട്ടിങ്ങിൻ്റെ സംഭവം ഇതുണ്ടോ. ഇവിടുത്തെ സ്പെഷ്യൽ ഗോ കാർട്ടിംഗ് ആണ്. ഇതിൻ്റെ ട്രാക്ക് കണ്ടോ, ഒരു രക്ഷയില്ലാത്ത ട്രാക്ക് കേട്ടോ. ഒരു വിഷയം മറ്റേ പാലും കയറ്റിറങ്ങലും എല്ലാ സാമാനങ്ങളായിട്ടുള്ളത്. കയറ്റം ഇറക്കും എല്ലാ ഇതായിട്ടുള്ളൊരു വിഷയം ട്രാക്കാണ്. അപ്പോൾ നമ്മൾ ഇത് ഞാൻ വേറെ ഒന്നും ഇവിടെ വാങ്ങിയില്ല. അപ്പോൾ ഞാൻ ഇത് ഒന്ന് ട്രൈ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. ഇതിൽ ഇവർ ടിക്കറ്റ് എടുത്തിട്ട് ഇതിനുള്ളിൽ ഈ ഒരു സംഭവത്തിനെ ഫിനിഷ് ചെയ്ത് അതിൽ വരികയാണ്. അയ്യോ, അപ്പോൾ ഇതിനുള്ളിൽ ഈ ഒരു സംഭവത്തിനുള്ളിൽ Let's go guys, we are heading towards the WWE Become a Superstar. Castro. What's your superstar style? Choose your background and your truck. Raw SmackDown.
സോ ഇവിടെ കുറേ ഔട്ട്ഫിറ്റ്സ് ഉണ്ട്. ഇത് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള തോന്നില്ല, നമുക്ക് ഇട്ട് നോക്കാൻ ഇതാക്കുന്നതിന് വേണ്ടിയുള്ള സാമാനുകളാണ്. ഞാൻ റെയ്മിസിയുടെ ഇടാൻ വെച്ചിരുന്നു, പക്ഷേ റെയ്മിസിയുടെ അവരുടെ അടുത്ത് അപ്പോൾ ഇതൊരുവിധം സെറ്റാണെന്ന് പോലെ സാധനം. പക്ഷെ എനിക്കുള്ളതൊന്നും എൻ്റെ സൈസിലുള്ളതൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഇതെടുത്ത് പെട്ടിയെടുത്ത് വാ നമുക്കൊരു എൻട്രൻസ് ആണ്. നമ്മൾ വേറെ സാമാനം കിട്ടിയിട്ടുണ്ട്, കണ്ണാടി, വലിയൊരു കണ്ണാടി ഇതാണ്. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ സാമാനം പിടിച്ച് ഞാൻ ഡ്രസ്സൊക്കെ മാറും. ഏതോ ഒരു സാമാനത്തിന് എൻ്റർ ചെയ്യുക. हमारे हैं कैस्ट्रो भाई, इनका नाम रखा है इन्होंने कैस्ट्रो। ओले ओले क्या बात है, Lightweight champion. സമയം 10:30 ബട്ട് സ്റ്റിൽ ഇപ്പോഴും പുറത്ത് കൂടെ ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നാട്ടിലിപ്പോൾ സമയം 11:30 12:30 ഒന്നായി ഉണ്ടാവും സമയം. ഇവിടെ എപ്പോഴും സ്റ്റിൽ ചൂട് ഇതാണ്, ഇപ്പോഴും ഇതിനുള്ളിൽ പരിപാടി നടക്കണം. അത് ഇത്രയും ലേറ്റ് ആയിട്ട് പോലും ഇതിനുള്ളിൽ ഈ വിളിച്ചിട്ടുള്ളിൽ നമ്മളിപ്പോൾ ഉള്ളത് ഇപ്പോഴും ആൾക്കാരുണ്ട്, ഇപ്പോഴും പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ അതിനുശേഷം ഒരു പെറ്റ് പാർക്കിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ ഡോഗ്സിനെ വിഷയതാരം ഒരു കുട്ടിയുടെ സമയത്ത് പട്ടികളൊക്കെ ആറാമാണ് നമ്മൾ പറയുന്നത്. സൗദി അറേബ്യയിൽ ഇത് ഇവിടെ അറബികളാണ് ഈ പട്ടികളെ കൈ പിടിച്ചിട്ടുള്ളതായിരിക്കും, മടിയിലൊക്കെ ഇരുത്തിയിട്ടായിരിക്കും. കുട്ടികൾ മക്കൾ എല്ലാവരും ഇതായിരിക്കും. ചെറിയ കുട്ടികൾ വരുന്നത് വെറൈറ്റി സാമാനങ്ങളൊക്കെയാണ്. ഇതിനെ എങ്ങനെ ഇഷ്ടപ്പെട്ടു? ഇതിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പട്ടീനൊക്കെ തൊട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നം. കുറേ ആൾക്കാർ കമൻറ്റ് ബോക്സിൽ പിന്നെ അനാൻഷാൻ്റെ ഇതിനൊക്കെ കണ്ടിട്ടുണ്ട്, ഓരോ പട്ടീനെ തൊട്ടേ പറയാം. ഇവിടെ അല്ലേ സൗദി അറേബ്യ മുസ്ലിം കൺട്രിയിൽ ഇത് അറബികളൊക്കെ മറ്റേ അവിടെ കുട്ടികളെ ഇതിൽ പട്ടിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അവസ്ഥ. എനിക്കും തൊടുന്നതിന് വേറെ സീനൊന്നുമില്ല കേട്ടോ. അത് തൊട്ട് കഴിഞ്ഞാൽ മുസ്ലിംസിൻ്റെ പകരം കൈ കഴുകിയാൽ മതി എന്നാണ്, 7 തവണ കഴുകണം എന്നുള്ളതാണ്, അല്ലാണ്ട് ഹറാമെന്നല്ല, നജസാണ്.